ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ത്രിണിക മറിയ. ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഞങ്ങളിപ്പം ചാനൽ തുടങ്ങിയിട്ടേ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കരുതി വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന്. ഇതെന്തായിരിക്കും വീഡിയോ എന്ന് തമ്മിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. 5th മന്ത് ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫോട്ടോഗ്രാഫറും എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഫോണിനകത്താണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് 4 മാസം ആയപ്പോഴാണ് കേട്ടോ 4 മാസം സ്റ്റാർട്ടിങ്ങിലാണ് വീഡിയോ, അതായത് യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത്. അതായത് കഴിഞ്ഞ മാസം 22-ാം തീയതി, ഏപ്രിൽ 22. ഇന്നിതിപ്പം ഈ ഷൂട്ട് എടുക്കുന്നത് മെയ് 20-ാം തീയതി ആണ് കേട്ടോ. മിക്കവാറും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മെയ് 23-ാം തീയതി ആയിരിക്കും. കാരണം അന്നാണ് അവൾക്ക് 5th മന്ത് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ സബ്സ്ക്രൈബേഴ്സ് ലാസ്റ്റായിട്ട് നോക്കിയപ്പം 251 പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം വീഡിയോസിനൊക്കെ വ്യൂസ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒരു മാസത്തിനുള്ളിൽ ആകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതലായവരും ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ഒരുപാട് ചാനൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കാവുമെന്നൊന്നും. കാരണം നല്ല ഓഡിയോ എഫക്റ്റ്, വീഡിയോ എഫക്റ്റ്, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിലല്ലേ നല്ല വ്യൂസൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കയറുമോ, വ്യൂസ് കയറുമോ, സബ്സ്ക്രൈബേഴ്സ് കയറുമോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും വെറുതെ ഇരിക്കണ്ട, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് കേട്ടോ ചാനൽ തുടങ്ങിയത്. ഇന്നിതിപ്പം ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. അതിൻ്റെ വ്യൂസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും 251 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു 250 പേരെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നതായിരുന്നു. ഇനി കുറച്ച് നേരം നമുക്ക് ഈ വീഡിയോനെ പറ്റി സംസാരിക്കാം. ഞങ്ങൾ എങ്ങനെയാണ് കേട്ടോ എല്ലാ മാസവും അവൾക്ക് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റൂം ഒതുക്കുന്നത്. ഓൾറെഡി അതിലൊരു മെത്ത കവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ബെഡ്ഷീറ്റ് വേറെ വിരിക്കാറുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ വൈറ്റ് ബെഡ്ഷീറ്റ് വേറെ വിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എനിക്ക് വീഡിയോ എടുക്കാനും. ചില ഷോർട്സിലൊക്കെ അവളും വോയിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ അത്യാവശ്യം കുക്കിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ അവൾ കുക്ക് ചെയ്യുന്ന വീഡിയോസും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ട് തെന്നിമാറിപ്പോയിന്ന് തോന്നുന്നല്ലേ. ഇനി ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഈ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ വൈറ്റ്, അത് അവൾ ഒറ്റയ്ക്ക് വിരിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. പിന്നെ ലാസ്റ്റ് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനും കൂടെ പോയി. അങ്ങനെയാണ് കേട്ടോ നന്നായിട്ട് ഇത്ര നീറ്റായിട്ട് വിരിച്ചിടാൻ പറ്റിയത്. പിന്നെ മോളെ അമ്മയുടെ കൈ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു അമ്മ അത്ര നേരം നോക്കാൻ പറഞ്ഞിട്ട്. ആക്ച്വലി ഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ അവൾക്കൊരു ഡ്രസ്സ് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഈ ഡ്രസ്സ് തന്നെ അവളുടെ തലവട്ടമ്മ, ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, അപ്പം ഞങ്ങൾക്ക് ഗോഡ് ഫാദർ ഗോഡ് മദർ എന്ന് പറഞ്ഞുണ്ട്. അതെൻ്റെ ആൻറ്റി ആയിരുന്നു അവൾ തലവട്ടിയത്. അപ്പം ആൻറ്റി മേടിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. ആൻറ്റി മേടിച്ചെന്നാണത്. സെലക്ഷൻ ഞങ്ങളുടേതായിരുന്നു. തുണിക്കടയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത്. ഞാനായപ്പോഴത്തേനും. അപ്പോൾ ആൻറ്റി പറഞ്ഞ് നോക്കേണ്ടി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം. ഒന്നല്ല 2 സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മേടിച്ചതിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. അന്ന് അവൾക്ക് ഞാൻ സമയത്ത് 2 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇച്ചിരി വലിയ സൈസ് നോക്കി മേടിച്ചത് തന്നെയാണ് കേട്ടോ. കാരണം അവൾക്ക് ഓൾറെഡി ഡ്രസ്സുകളുണ്ട്. അപ്പം വീണ്ടും ആ പ്രായത്തിലുള്ള ഡ്രസ്സ് തന്നെ മേടിച്ച് കൂട്ടുന്നത് കുറച്ച് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പിള്ളേർ പെട്ടെന്ന് വളരുന്നതാണ്. വളരുമ്പോഴല്ലേ ഡ്രസ്സ് വേണ്ടത്. ഓൾറെഡി അന്നേരം അവൾക്ക് കുറേ ഡ്രസ്സ് ഉണ്ട്. അപ്പം ഇനിയും ഡ്രസ്സ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയതുകൊണ്ട് ഇച്ചിരി വലിയ ഡ്രസ്സ് നോക്കി തന്നെ എടുത്തു ഞാൻ. മോളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് 3 to 6 മന്തിനുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഈ ഡ്രസ്സ് മേടിച്ച അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇതുകൊണ്ട് ഒരു മന്ത് ഷൂട്ടെങ്കിലും എടുക്കണമെന്ന്. എന്തായിരുന്നാലും 4 to 6 മന്ത്, ഇതിനിടയിൽ ഒരു മന്തിലുള്ളത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് വെയിറ്റിങ്ങിലായിരുന്നു. ഈ ഡ്രസ്സ് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ അവൾക്ക് ഇട്ട് കൊടുക്കുന്നതും. ഇങ്ങനെ ഷൂട്ടിനിടുന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ അന്നായിരിക്കും അവൾക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടേ പുറത്തിട്ട് കൊടുക്കാറുള്ളൂ. ആളെന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് കിടക്കുന്ന കിടപ്പാണ് കേട്ടോ. ഈ കിടക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ വീഡിയോയിൽ വേറെ ഷേപ്പിലായിരിക്കും അവൾ കിടക്കുന്നത്. ഈ ഡ്രസ്സ് മാറ്റി വെച്ചപ്പോഴും അതിൻ്റെ കൂടെ മാച്ചാവുന്ന എന്തോ ഉണ്ട്. കാരണം 1 to 6, 7 അങ്ങനെയൊക്കെ വെക്കണ്ടേ. അതിനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത് കുറച്ച് നാൾ അതിച്ചിരി തല പുകയ്ക്കേണ്ടി വന്നു ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ചെയ്യുമെന്ന് അറിയാതെ കുറേ ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും ഞങ്ങൾക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. പക്ഷേ എന്തേലും വരും പിന്നെ വിചാരിക്കും അത് വേണ്ട, വീണ്ടും എന്തേലും വരും പിന്നെ വിചാരിക്കും ഇതും വേണ്ട. അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ കളർ, ഞങ്ങൾ കൂടുതലും കളർ മാച്ചാണ് കേട്ടോ നോക്കുന്നത്. ഇത് നോക്കിയപ്പോൾ ഒരു പേസ്റ്റൽ വൈറ്റും
പേസ്റ്റൽ പിങ്ക് ആണ് കളറ്, ഡ്രസ്സിന്റെ കളറ്. അപ്പം അതിന് ആപ്റ്റായിട്ട് തോന്നുന്ന എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ മാഷ്മെല്ലോ ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. കാരണം മാഷ്മെല്ലോയുടെ കളർ ഇങ്ങനെ പേസ്റ്റൽ കളറല്ലേ. അങ്ങനെ പിന്നെ ആദ്യം മീഷോയോ ഫ്ലിപ്പോ ഏതോ ഒന്നിന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അതിൽ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, കാരണം ഓൺലൈനിൽ സാധാരണ നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുന്നതിനേക്കാളും റേറ്റ് കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് റേറ്റ് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓർഡർ ആക്കാൻ നിന്നത്. അങ്ങനെ ഓർഡർ കൊടുത്തു കേട്ടോ. ഓർഡറിങ്ങിൻ്റെ ആ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഡെലിവറി ഇല്ലെന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. അതുകൊണ്ട് ഓർഡർ ക്യാൻസലായിപ്പോയി. അങ്ങനെ പിന്നെ ഷോപ്പിൽ തന്നെ പോയി മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഷോപ്പിൽ പോയി മേടിച്ചപ്പം തോന്നി ഓൺലൈനേക്കാളും മേടിക്കുന്നത് ഷോപ്പിൽ പോയി മേടിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം ഓൺലൈനിൽ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പം 171 സംതിങ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ഈ ഒരു പാക്കറ്റ് മേടിച്ചപ്പം ഞങ്ങൾക്ക് 95-85 എന്താണ്ട് ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തായിരുന്നാലും ഓർഡർ ക്യാൻസലായി പോയത് തന്നെ നല്ല കാര്യം അന്നേരം തോന്നി. ഈ മാഷ്മെല്ലോ മൊത്തം 120 ഗ്രാം വെയിറ്റ് വരുന്നതാണ് കേട്ടോ. 80 പീസ് എന്താണ്ട് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 80 പീസും വേണ്ടി വന്നില്ല, കുറച്ച് ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഇടയിൽ ഞങ്ങൾ മോളെ ഒരിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവക്ക് ഹെയർ ബാൻഡും കൂടെ ഉണ്ട്. അത് ആ ഡ്രസ്സിന്റെ കൂടെ തന്നെ കിട്ടിയതാട്ടോ. അത് മാത്രം അവൾക്ക് വെച്ചു കൊടുത്തില്ല, ബാക്കിയെല്ലാം ഡ്രസ്സൊക്കെ വെച്ചെടുത്ത് സെറ്റാക്കി ഇട്ടു. കാരണം സാധാരണ ഞങ്ങള് ഇതൊക്കെ ഒരുക്കുന്നതിന് മുന്നേ അവളെയാണ് ഒരുക്കാറ്. ഒരുക്കി ഇരുത്തിയിരിക്കും, അമ്മയുടെ കയ്യിലോ അല്ലെ ഇതുപോലെ സൈഡിലോ അല്ലെ കിടത്തിയിരിക്കും. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെറ്റായിട്ട് അവളെ പിടിച്ചങ്ങ് കിടത്തിയാൽ പോരെ. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവളെ ഒരുക്കാൻ നിൽക്കുന്നത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. കാരണം കുഞ്ഞല്ലേ, അവളുടെ മൂഡ് പോലെ ഇരിക്കും അവൾ ഒരുങ്ങാൻ വേണ്ടി ഇരുന്ന് തരാതെ. ഇതിനു മുന്നേ ഞങ്ങൾ ഇതുപോലെ 1st തൊട്ട് 4th മന്ത് വരെ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അന്നൊന്നും യൂട്യൂബ് ചാനൽ ഇല്ലാതിരുന്നത് കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ എടുക്കാനോ നിന്നില്ല. എന്നാലും ചെറിയൊരു ജസ്റ്റ് 9 സെക്കൻഡ് 10 സെക്കൻഡുള്ള വീഡിയോസും 4-5 കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം. ഞങ്ങളുടെ വീട് ഒരു റോഡ് സൈഡാണ് കേട്ടോ. ചുമ്മാ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇടവാ. അതുകൊണ്ടാട്ടോ ഈ വോയിസിനിടയിലൊക്കെ ഹോണിന്റെ കൊച്ച കേൾക്കുന്നത്. സാധാരണ എല്ലാ മാസവും ഷൂട്ട് എടുക്കുമ്പം അവള് ഭയങ്കര ഹാപ്പിയും കളിയും ചിരിയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. 3rd മന്തിന്റെ ഷൂട്ടിന്റെ സമയത്താണെന്ന് തോന്നുന്നു കുറച്ച് ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരിയെ കൊണ്ടുവന്ന് കടത്തിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഷൂട്ട് എടുക്കുന്ന സമയത്ത് അവൾക്ക് നല്ലോണം ഉറക്കം വന്നിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. സാധാരണ ഉറക്കം വന്ന് ഉറങ്ങേണ്ടതിന് പകരം ഇവൾ ഉറക്കം പിടിച്ചു വെക്കും, നന്നായിട്ട് ഉറക്കം പിടിച്ചു വെക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഉറക്കാൻ ബുദ്ധിമുട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പം ആള് ഉറക്കണ്ടാന്ന് കരുതിയതാ ഞങ്ങള്. ഷൂട്ട് എടുക്കുമ്പോൾ ഉണർന്നിരിക്കുന്നതല്ലേ അവള് നല്ലത്. അങ്ങനെ ഞാൻ വലിയ ശല്യമൊന്നും ഇല്ല, ആളിങ്ങനെ അനങ്ങാതെ കടന്നോളും. ആ കണ്ട അത്രയും പീസാണ് കേട്ടോ ഞങ്ങൾക്ക് ബാലൻസ് വന്നത്. ഇതവള് ചീപ്പ് എടുക്കാൻ വേണ്ടി പോവുമായിരുന്നേ, മോക്ക് മുടി ചീവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവക്ക് മാത്രമായിട്ട് ഞങ്ങൾ ഒരു ചീപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ചീപ്പിട്ട് മാത്രമേ അവളുടെ മുടി ചീകാറുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാഴ്ചയെ പറ്റിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ആളുടെ തല എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. ഉറക്കത്തിൽ ഇങ്ങനെയാണ് കേട്ടോ, കിടക്കുന്നിടത്തല്ല പിന്നെ നോക്കുമ്പോൾ ആള് കിടക്കുന്നത് വേറെ പൊസിഷനിലൊക്കെ ആയിരിക്കും. പിന്നെ അവളുടെ സുഖത്തിന് അവൾ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും ചെയ്യാൻ പോകാറില്ല. ഇത് കണ്ടാൽ നന്നായിട്ട് കണ്ണു തിരുമുന്നുണ്ട്, അവൾക്ക് ഉറക്കം വന്നിട്ടാ. പക്ഷെ ഉറങ്ങുമോ അതില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അത് നന്നായി, കാരണം ഞങ്ങൾക്ക് ഷൂട്ട് എടുക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അവള് നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ആളെ കിടത്തിങ്ങ് ഉറക്കിയിട്ടു. കാരണം നല്ല ഉറക്കം ഉണ്ടായിരുന്നു നല്ല കണ്ണ്. അതുകൊണ്ട് തന്നെ ഷൂട്ട് എടുക്കാൻ നേരത്തിന് ഞങ്ങൾ കുറച്ച് പതിവിലേക്കാളും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. സാധാരണ ഇങ്ങനെ കൊണ്ട് കടത്തുമ്പോൾ തന്നെ ആള് ഭയങ്കര കളിയും ചിരിയുമായിരിക്കും. ഇതിപ്പോ അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കാണിക്കേണ്ടി വന്നു. ഇത്തവണ എന്തായിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ ഇവിടെ നല്ല ഫോട്ടോസ് കിട്ടാൻ. പക്ഷെ കഴിഞ്ഞ മാസങ്ങളിൽ എടുത്തതിനേക്കാളും കൂടുതൽ ഫോട്ടോ അതുകൊണ്ട് ഇത്തവണ കിട്ടി. അവൾ അതിനകത്ത് കടത്തിയിട്ടപ്പോഴേ അവൾ നേരെ ആദ്യം കൊണ്ടുപോയി മാഷ്മെല്ലോയിലാണ് കേട്ടോ കൈവച്ചത്. അങ്ങനെ അത്രയും ഭാഗത്തുള്ളത് അവൾ കൈകൊണ്ട് വലിച്ചെടുത്തു. പിന്നീട് അവളെ മാറ്റി എടുത്ത് ഒന്നേന്നത് സെറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് വീണ്ടും കൊണ്ട് കടത്തിയത്. അത് കുറച്ച് ദൂരെ കടത്തി കേട്ടോ, കൈ എത്താൻ പറ്റാത്തടത്ത്. കടത്തി ഇട്ടപ്പോഴും തലയിലുള്ള മുടിയുള്ള സാധനമൊക്കെ വലിച്ചു ഊരയും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഒന്നേന്ന് മുടി ചീവിയും കൊടുത്ത് തലയിൽ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ കിടത്തിയത്. ആ ഉറക്കത്തിന്റെ ഇത് നല്ല കണക്കാളുടെ മുഖത്ത് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്ടൊക്കെയോ പറഞ്ഞ് കളിപ്പിച്ചൊക്കെയാണ് കേട്ടോ ആളെ ചിരിപ്പിച്ചെടുത്തത്. ഈ വീഡിയോയിൽ ഞാൻ അവളുടെ ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ.
ജസ്റ്റ് ഷൂട്ട് എടുത്ത രീതിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അവളുടെ ഫോട്ടോസ് എന്തായിരുന്നാലും ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ബായ്. അച്ഛൻ വന്ന് പെട്ടി തുറന്ന് കാണിക്കണേ. അച്ഛൻ വന്നു പെട്ടെന്ന് കൈയെടുത്ത് മാറ്റണേ.